വാർത്തകൾ വിശദമായി. ബിജെപി നേതാക്കൾക്കെതിരെ ഹവാല ഇടപാട് വെളിപ്പെടുത്തലുമായി കാരവൻ മാഗസിൻ. ആദായനികുതി വകുപ്പിന്റെ പക്കലുള്ള യെദ്യൂരപ്പ ഡയറി കാരവൻ മാഗസിൻ പുറത്തുവിട്ടു. 1800 കോടി രൂപയോളം വിവിധ നേതാക്കൾക്ക് കൈമാറിയതായി സ്വന്തം കൈപ്പടയിൽ യെദ്യൂരപ്പ കുറിച്ച ഡയറിയിലെ വിവരങ്ങളും പുറത്ത്. ബിജെപി കേന്ദ്ര നേതൃത്വം കൈപ്പറ്റിയത് 1000 കോടി. അതേസമയം ആരോപണം വ്യാജമെന്നും ഡയറി കുറിപ്പിലെ ഒപ്പ് തന്റേതല്ലെന്നും യെദ്യൂരപ്പ. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, വലിയൊരു കോഴ ഇടപാടിന്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? അശ്വതി, ബിജെപി നേതൃത്വത്തെ തന്നെ വെട്ടിലാക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2009 കർണാടകയിൽ ബിജെപിക്ക് ഭൂരിപക്ഷം ലഭിച്ചപ്പോൾ മുഖ്യമന്ത്രിയാകാൻ മുതിർന്ന നേതാവ് BS യെദ്യൂരപ്പ ബിജെപി കേന്ദ്ര നേതൃത്വത്തിനും നേതാക്കൾക്കുമായി നൽകിയത് 1800 കോടിയിലേറെ രൂപ. ഓരോരുത്തർക്കും നൽകിയ തുക സ്വന്തം ഡയറിയിൽ യെദ്യൂരപ്പ സ്വന്തം കൈപ്പടയിൽ തന്നെ എഴുതിയിട്ടിട്ടുണ്ട്. 1000 കോടി രൂപ കേന്ദ്ര കമ്മിറ്റിക്ക് നൽകി. ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ ഗഡ്കരിക്ക് 150 കോടി രൂപ. ഇതിനു പുറമെ 10 കോടി രൂപ ഗഡ്കരിയുടെ മകന്റെ വിവാഹത്തിനായും നൽകിയിട്ടുണ്ട്. അരുൺ ജെയ്റ്റ്ലിക്കും 150 കോടി നൽകിയപ്പോൾ 100 കോടി രൂപ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന് കൈമാറി. LK അദ്വാനി, മുരളി മനോഹർ ജോഷി എന്നിവർക്ക് 50 കോടി രൂപ വീതവും കൊടുത്തിട്ടുണ്ട്. ജഡ്ജിമാർക്ക് 250 കോടിയും 50 കോടി അഭിഭാഷകർക്ക് നൽകിയിട്ടുണ്ടെന്നും ഡയറിയിൽ യെദ്യൂരപ്പ എഴുതിയിടുന്നു. പക്ഷെ ഏതൊക്കെ ജഡ്ജിമാർക്കാണ് എന്നതിനെ കുറിച്ച് ഡയറിയിൽ സൂചനകളൊന്നുമില്ല. ഈ ഡയറി കുറിപ്പുകളാണ് ഇപ്പോൾ കാരവൻ മാഗസിൻ പുറത്തുവിട്ടത്. 2017 മുതൽ ഡയറി ആദായ നികുതി വകുപ്പിന്റെ കൈവശമുണ്ട്. എന്നിട്ടും ഇതുവരെ അന്വേഷണം നടത്തിയിട്ടില്ല എന്ന് കോൺഗ്രസ് ആരോപിച്ചു. പ്രധാനമന്ത്രി ഇതിന് മറുപടി പറയണം. ലോക്പാൽ അന്വേഷിക്കുന്ന കേസാണെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. എന്നാൽ അതേസമയം ഈ പുറത്തുവന്ന ഡയറി കുറിപ്പിലെ വിവരങ്ങളെല്ലാം വ്യാജമാണ് എന്ന് വ്യക്തമാക്കി യെദ്യൂരപ്പ തന്നെ കർണാടകയിൽ പ്രതികരിച്ചിട്ടുണ്ട്. മല എലിയെ പ്രസവിച്ചതുപോലെ ആരോപണം വ്യാജമാണെന്ന് നിയമമന്ത്രി രവിശങ്കർ പ്രസാദും ഡൽഹിയിൽ BJP ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തുകയുണ്ടായി. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ BJP പ്രതിക്കൂട്ടിലാക്കുന്നതാണ് പുറത്തു വന്നിരിക്കുന്ന ഹവാല ഇടപാടുകളുടെ തെളിവുകൾ. അശ്വതി. ശരി സന്തോഷ്. അതേസമയം ആരോപണം വ്യാജമാണെന്നും ഡയറി കുറിപ്പിലെ ഒപ്പ് തന്റേതല്ലെന്നും യെദ്യൂരപ്പ. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഉന്നയിക്കാൻ മറ്റൊന്നുമില്ലാത്തതിനാൽ കോൺഗ്രസ് വ്യാജരേഖ ഉയർത്തിക്കാട്ടുകയാണെന്നും യെദ്യൂരപ്പ പറഞ്ഞു. All issues raised by Congress leaders are irrelevant and false. I am discussing with our senior advocates to file a defamation case against the concerned person also. Thank you. Dhanyawad. കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ പലരും നിയമ നടപടികൾ നേരിടുന്ന ഘട്ടത്തിൽ ബിജെപിക്കെതിരെ നുണകളുടെ പരമ്പര തന്നെ സൃഷ്ടിക്കുകയാണ് അവർ ചെയ്യുന്നതെന്ന് രവിശങ്കർ പ്രസാദ് കുറ്റപ്പെടുത്തി. Many top leaders are on bail, are suffering various proceedings that includes from the uncles to brother-in-laws to many other family members, has now resorted to falsehood, misrepresentation and a web of lies.